അതായത് ശ്രീ ജയിക്കിനോട് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ബാക്കി മെറ്റീരിയലുകളൊക്കെ റെഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഓത്ത് എടുത്തു വെച്ചൊന്ന് വായിക്കണമായിരുന്നു. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. മുഖ്യമന്ത്രി ചെയ്തത് വളരെ ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ്, നെപ്പോട്ടിസമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും താങ്കളുടെ ഈ വാദഗതി കൊണ്ട് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓൺ വാട്ട് കപ്പാസിറ്റി ഷാനി പറഞ്ഞു തന്നാൽ മതി, അല്ലെങ്കിൽ ജയിക്ക് പറയണം. എന്ത് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വൈസ് ചാൻസലർ നിയമിക്കണമെന്ന് പറയാനായിട്ട് UGC ചട്ടങ്ങൾ മുഖ്യമന്ത്രിയെ അതിന് അധികാരം പരിമപ്പെടുത്തുന്നുണ്ടോ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നമുക്കാർക്കും ആ സർവകലാശാല വൈസ് ചാൻസലർ തസ്തിക നിയമനത്തിനകത്ത് യാതൊരു വിധമായ റോളും ഇല്ലാത്ത വിഷയത്തിൽ ഏത് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി കത്ത് കൊടുത്തു, എന്ത് അടിയന്തര പ്രാധാന്യമാണ് ആ വിഷയത്തിനകത്തുള്ളത്? അപ്പൊ തെറ്റ് ചെയ്ത ഗവർണർ പുറത്തു പോകണമെന്ന് ജയിക്ക് പറയുമ്പോ ആ തെറ്റ് ചെയ്യാൻ ഗവർണറെ പ്രേരിപ്പിച്ച മുഖ്യമന്ത്രി അദ്ദേഹവും പുറത്തു പോകണ്ടേ? അയ്യോ അത് വേണ്ട. എനിക്ക് ജയിക്കിനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ പാനലിസ്റ്റുകളോട് അങ്ങനത്തെ എത്രയോ ചർച്ചകളിൽ ജയിക്ക് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചാൻസലർ സ്ഥാനം ഇട്ടെറിഞ്ഞിട്ട് പോകണം. അങ്ങനെ RSSന് വിടുവേല ചെയ്യുന്ന ഒരു ചാൻസലർ കേരളത്തിന് ആവശ്യമില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ റിക്വസ്റ്റ് എന്താ? കേരളത്തിന്റെ ഗവർണറോട് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്, താങ്കൾ ഈ ചാൻസലർ സ്ഥാനത്ത് തുടരണം. CPMന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ മുഖ്യമന്ത്രി പുല്ലുവില പോലും കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില. ജയിക്കിനെ പോലുള്ള ആളുകൾ പറയുന്നു, ഞങ്ങളുടെ ചാൻസലർ സ്ഥാനത്ത് നിങ്ങൾ വേണ്ട, RSSകാരനായ ഗവർണർ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖ്യമന്ത്രി അപേക്ഷിക്കുകയാണ്, താങ്കളൊന്ന് തുടരണം, ഗൈഡൻസ് തരണം, ഡയറക്ഷൻ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നാണക്കെടുത്തി